ആരാണ് കേരളത്തിൽ കോൺഗ്രസ് മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുക, ആരാണ് കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി എന്ന തീരുമാനം അല്പസമയത്തിനകം തന്നെ വരാനിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള 4 നേതാക്കൾ, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള സകല അടവും പയറ്റുന്ന 3 നേതാക്കൾ കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർക്കൊപ്പം കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഇവിടെ നിന്ന് ദില്ലി ചർച്ചകൾക്ക് വേണ്ടി അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലാണ് ആ നിർണായകമായ ചർച്ച ഇപ്പോൾ പുരോഗമിക്കുന്നത്. രാഹുൽ ഗാന്ധിയും ആ ചർച്ചയിൽ പങ്കെടുക്കുന്നു. കെ.സി. വേണുഗോപാലിനാണ് കൂടുതൽ പിന്തുണ എന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. മറ്റു 2 നേതാക്കളുടെയും വാദം കേൾക്കുമെന്ന വിവരമാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് ലഭ്യമാക്കാൻ കഴിയുന്നത്. ആ റോഷിപാലും നോബിൾ മാരിക്കാരനും വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. നോബിളിലേക്ക് പോവുകയാണ്. നോബിൾ, ചർച്ച ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നുവോ? കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞത് കെ.സി. വേണുഗോപാലിന്റെ വജ്രായുധമായ MLA-മാരുടെ അംഗസംഖ്യ എണ്ണ കൂടുതൽ പുറത്തെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ വഴങ്ങേണ്ടി വരുമോ മറ്റുള്ളവർക്ക്? മധു, കൃത്യമായ അവകാശവാദങ്ങൾ എന്താണെങ്കിലും ഇക്കാര്യത്തിൽ കെ.സി. വേണുഗോപാൽ ഉന്നയിച്ചിരിക്കുകയാണ്. മറ്റു ചില വാദങ്ങൾ കൂടി അദ്ദേഹം ഈ ചർച്ചയിൽ ഉന്നയിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ആ വിവരങ്ങൾ ഇങ്ങനെയാണ്. പല ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വരുന്ന പല ട്രോളുകളിലെയും കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം അംഗമായി, പിന്നീട് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചു, ഇപ്പോൾ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. ട്രോളായി പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. പല ട്രോൾ പേജുകളിലും സജീവമായി തന്നെ അദ്ദേഹത്തെ വിമർശിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിന് ഒരു വാദം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വാദം ഇങ്ങനെയാണ്. നേരത്തെ രാജസ്ഥാനിലേക്ക് രാജ്യസഭാ അംഗമായി പോകാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത് രാഹുൽ ഗാന്ധിയാണ്. അതേ രാഹുൽ ഗാന്ധി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഷ്ടഘട്ടത്തിൽ, പ്രത്യേകിച്ച് ആ രാജ്യസഭാ അംഗത്തെ 2 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം അവിടെ BJP അധികാരത്തിലുള്ളത്. ആ പശ്ചാത്തലമുണ്ട്. അത് മാത്രമല്ല, പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്ന ഘടകം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയമാണ്. അതുകൊണ്ട് ആലപ്പുഴയിൽ മത്സരിക്കാനുള്ള നിർദ്ദേശം രാഹുൽ ഗാന്ധിയാണ് കെ.സി. വേണുഗോപാലിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനവും എടുത്തത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എടുത്ത എല്ലാ തീരുമാനങ്ങളെയും കെ.സി. വേണുഗോപാൽ താൻ അംഗീകരിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മാറി നിൽക്കാൻ രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞാൽ മാറി നിൽക്കുമെന്നൊരു നിലപാട് കൂടി കെ.സി. വേണുഗോപാൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും കെ.സി. വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ എല്ലാ കാര്യത്തിലും ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തിനൊപ്പമാണ് താൻ എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ നിലപാടുകൾ. നൽകിക്കൊണ്ടിരിക്കുന്നത് റോഷിപാൽ കൂടി നമ്മളോടൊപ്പമുണ്ട്. നേരത്തെ റോഷിപാൽ പറഞ്ഞതുപോലെ A.K. ആന്റണി പറഞ്ഞു ഹൈക്കമാൻഡ് എന്നാൽ കെ.സി. വേണുഗോപാലാണെന്ന്. അപ്പോൾ ഹൈക്കമാൻഡ് അവിടെയുണ്ട്, ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ മറ്റുള്ളവരുണ്ട്. ഇനി ഒറ്റ പേരാണ് ഹൈക്കമാൻഡിനെങ്കിൽ ആ കെ.സി. എവിടെയുണ്ട്? സണ്ണി ജോസഫ് കെ.സിയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന രേഖ നമ്മൾ കണ്ടതാണ്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും മാത്രം അവർക്ക് വേണ്ടി വാദിക്കാൻ എന്ന നിലയാണോ? അതും അങ്ങനെയാണ്. കാരണം നമ്മൾ ഇവിടെ മറിച്ചൊരു തീരുമാനം എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സംസ്ഥാനത്തെ എംപിമാരിൽ ഭൂരിഭാഗം പേരും കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു. സാക്ഷാൽ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പിന്തുണ പോലും കെ.സി. വേണുഗോപാലിനാണ് ലഭിക്കുന്നത്. 63 MLA-മാരിൽ ബഹുഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ, കെ.പി.സി.സി ഭാരവാഹികളുടെ പിന്തുണ, മുതിർന്ന നേതാക്കളുടെ പിന്തുണ, എല്ലാവരും കെ.സി. വേണുഗോപാൽ വരട്ടെ, മുഖ്യമന്ത്രി ആവട്ടെ എന്ന നിലപാടിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവിടെ ജനപിന്തുണ, പൊതു ഇടത്തിൽ ലഭിച്ച പിന്തുണ അത് പരിഗണിക്കപ്പെടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതു ഇടത്തിൽ വി.ഡി. സതീശന് ലഭിച്ച പിന്തുണ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രകടനങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന UDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരസ്യമായി എടുത്ത നിലപാട്, അതൊക്കെ പരിശോധിച്ച് അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വഴങ്ങുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. അതല്ലെങ്കിൽ സീനിയോറിറ്റി പരിഗണിച്ച് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുമോ എന്നതാണ്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് പൂർണ്ണമായും കെ.സി. വേണുഗോപാലിനൊപ്പമാണെന്ന സന്ദേശമാണ് പുറത്തുവരുന്നത്. കാരണം നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ അവിടെ ആ നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം അത് പ്രധാന ഘടകമാണ്. പ്രഥമ പരിഗണന സ്വാഭാവികമായും നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം തന്നെയാണ്. കാരണം കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാഭാവികമായും അവിടെ ഉയർന്നു വന്ന ജനവികാരം കൂടി പരിഗണിക്കപ്പെടുമോ എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്.